ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ചാമത്താം ധർമ്മസ്മൂഢചേതഃ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിൽ 16-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയ പശ്യത്യ കൃതബുദ്ധിത്വാൻ നാസ പശ്യതി ദുർമതി. കാര്യങ്ങൾ ഇപ്രകാരമിരിക്കെ കേവല സാക്ഷ്യചൈതന്യമായ ആത്മാവിനെ കർത്താവായി യാതൊരുവൻ കാണുന്നുവോ ദുർബുദ്ധിയായ അവൻ ബുദ്ധി സംസ്കാരം ലഭിക്കായികാൽ യാഥാർത്ഥ്യത്തെ കാണുന്നില്ല. അകൃതബുദ്ധി അഥവാ ശാസ്ത്ര ആചാര്യ ഉപദേശങ്ങളാൽ സംസ്കരിക്കപ്പെടുന്ന ബുദ്ധിയാണ് അകൃതബുദ്ധി എന്ന് പറയുന്നത്. ജഡത്തെയും ചൈതന്യത്തെയും വേർതിരിച്ച് അറിയായകയാണ് കേവല സാക്ഷിയായ ആത്മാവിനെ കർത്താവ് എന്ന് കരുതുന്നത്. കർമ്മം ആത്മാവിൻ്റെതല്ല, ജഡമായ പ്രകൃതിയുടേതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ന്യായമായിട്ടോ അന്യായമായിട്ടോ അഥവാ നല്ലതോ ചീത്തയോ ആയിട്ട് ഏതൊരു മനുഷ്യൻ, അത് മനുഷ്യൻ ജാതിയിൽപ്പെട്ട ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഏത് ജാതി മതത്തിൽപ്പെട്ടവരോ സ്ത്രീകളായാലും അവരുടെ എല്ലാം 5 കാരണങ്ങളെ ആകുന്ന ശക്തികൾ കൊണ്ടാണ് അവർക്ക് ഏത് തരത്തിലുള്ള ചിന്തയും പ്രവൃത്തിയും ഇല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും ഒക്കെ ഉണ്ടാകുന്നത്. അത് ന്യായമോ അന്യായമോ ആയിക്കോട്ടെ, നിരീശ്വരവാദി ആയാലും യുക്തിവാദി ആയാലും ഭക്തിവാദി ആയാലും എല്ലാവരും പ്രവർത്തിക്കുന്നത് 5 ശക്തികളെ കൊണ്ടാണ്. അതായത് ടോട്ടൽ മനുഷ്യ ശരീരത്ത് 18 ശക്തികളാണ്. അതിൽ കാരണങ്ങളായിട്ട് പറയുന്നത് 5 ശക്തികളെയാണ് ഇവിടെ ഭഗവാൻ പ്രധാനമായിട്ട് പറയുന്നത്. അതാണ് അധിഷ്ഠാനമായ ശരീരം, നമ്മുടെ ഈ പച്ചയായ ശരീരം. രണ്ടാമത് കർത്താവ്, അതായത് കർത്തൃത്വ അഭിമാനം, ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കി തരുന്ന ജീവൻ രണ്ടാമത്തത്. മൂന്നാമത്തത് വിവിധങ്ങളായ ഇന്ദ്രിയങ്ങൾ, അത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അതെല്ലാം പ്രവർത്തിതമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ശരീര വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും യഥാവിധി പ്രവർത്തിതമായിരിക്കണം. അതായത് 1000 ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തെയാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. അപ്പം 5-മതായിട്ട് ദൈവാധീനമായിട്ട് കണക്കാക്കുന്നത് ഇവിടെ ഈശ്വരന്റെ നേരിട്ടുള്ള വിഭൂതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിളക്ക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥൂല ശരീരത്തിന്റെ സ്ഥാനത്ത് ഒരു വിളക്ക് വേണം, അതില് എണ്ണ വേണം, അതിന് തിരി വേണം, അതിന് അഗ്നി വേണം. ഇതിനെല്ലാം ഉപരി ഇതെല്ലാം തയ്യാറാക്കി വെച്ചാലും അത് കത്തിക്കാൻ ഒരു മനസ്സ് വേണം. അതാണ് ദൈവാധീനമായിട്ട് കണക്കാക്കുക. ഇന്ദ്രിയങ്ങളിൽ 6th സെൻസായിട്ട് പ്രവർത്തിക്കുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ സെൻസായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സാണ്. മനസ്സ് ഗുരുവായൂരപ്പന്റെ ഡയറക്റ്റ് വിഭൂതിയാണ്. ആ മനസ്സുകൊണ്ട് എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്നുവോ അതായിരിക്കും ഭവിക്കുക. അത് നല്ലതോ ചീത്തയായിക്കോട്ടെ, മനസ്സാണ് നമുക്ക് ഭാവനാസ്വരൂപമായിട്ട് കാണാൻ സാധിക്കുക. ആത്മസ്വരൂപത്തിന്റെ പ്രത്യക്ഷ ഭാവം നമ്മുടെ മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, കാര്യങ്ങൾ ഇപ്രകാരം മനസ്സിലാക്കിയാൽ കേവലം സാക്ഷി ചൈതന്യമായ ആത്മാവിനെ കർത്താവായി യാതൊരുവൻ കാണുന്നുവോ ദുർബുദ്ധിയായ അവൻ ബുദ്ധി സംസ്കാരം ലഭിക്കായികയാൽ യാഥാർത്ഥ്യത്തെ കാണുന്നില്ല. നമുക്ക് ആത്മാവ് കിട്ടിയതും അതിനെ അനുഭവസ്ഥമാക്കി തരുന്നതിനും ഉപരിയായിട്ട് പുരുഷോത്തമനായിട്ട് വർത്തിക്കുന്ന പരമാത്മാവിനെ കാണണം. നമ്മൾ കേവലം ആത്മാവ്, ഇതെന്റെ ജീവൻ, എന്റെ ശരീരം എന്ന് കരുതുന്നത് ദുർബുദ്ധിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ കേമത്വം കൊണ്ട് ഒന്നും നടന്നിട്ടില്ല. നമുക്ക് ജീവൻ കിട്ടിയതും ശരീരം കിട്ടിയതും അതിലുള്ള ശക്തികളെ കിട്ടിയതും ഈ പറയുന്ന പഞ്ചശക്തികൾ പ്രവർത്തിക്കുന്നതും മുകളിലിരിക്കുന്ന ബ്രഹ്മലോകത്തിന് മുകളിലിരിക്കുന്ന ഊർധ്വമൂലത്തിലിരിക്കുന്ന ബ്രഹ്മശക്തിയാണ്. അതാണ് അധിഷ്ഠാനം. പ്രധാനമായിട്ട് ദൈവാധീനം വരുന്നത് അതവിടെ നിന്നാണ്. സെൻട്രൽ പവർ എന്ന് പറയുന്നത് അതാണ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം യാഥാർത്ഥ്യത്തെ അറിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ അവരെയൊക്കെ ദുർബുദ്ധി, മൂഢന്മാർ എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അകൃതബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയ. കേവലം ആത്മാവ് ആണെന്ന് കരുതുക. ഞാൻ എന്നുള്ള ബോധം അത് ആത്മാവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ കണക്കാക്കിക്കൊണ്ടാ ഞാൻ പറയാം. എൻ്റെ എന്ന് പറഞ്ഞാലും ഈ ശരീരത്തിന് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുക.
ഇത് മാത്രമാണ് സത്യം എന്ന് കരുതാൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പരംപുരുഷൻ, അക്ഷരങ്ങൾക്കും ഉപരിയായിട്ട് വർത്തിക്കുന്ന പുരുഷോത്തമനെയാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത്. ആ പുരുഷോത്തമനെ മനസ്സിലാക്കാത്ത ആള് ദുർബുദ്ധിയാണെന്നാ പറയാം. അത് അകൃത ബുദ്ധി എന്നാ പറയാം. അതായത് ശാസ്ത്ര ആചാര്യ ഉപദേശങ്ങളാൽ അത് സംസ്കരിച്ച് അത് എളുപ്പം ആ ബോധതലത്തിലേക്ക് എത്തില്ല. അതിനാണ് ശാസ്ത്ര വിഷയങ്ങളും ഇല്ലേ ശാസ്ത്ര വിഷയങ്ങൾക്ക് അനുസരിച്ചുള്ള തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് ഉപദേശം കേൾക്കണം എന്ന് പറയാൻ. അങ്ങനെ അതിനെ സംസ്കരിച്ച് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച് കേവലമായിരിക്കുന്ന ഞാനെന്ന ബോധം ബ്രഹ്മമാണ് എന്ന ബുദ്ധിയെ ഉറപ്പിക്കുന്നത് വരെ അകൃത ബുദ്ധിയാണ്. നമ്മുടെയൊക്കെ ബുദ്ധി ഈ ഒരു ബോധം, ആത്മബോധം ഉണ്ടാകുന്നത് വരെ, അത് തന്നെ പരമാത്മബോധം, ആത്മദർശനം തന്നെ പരമാത്മദർശനം, അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ ആ തത്വങ്ങളെല്ലാം ഒന്നാണ് എന്ന്, അത് ബ്രഹ്മലോകത്തിനും മുകളിലിരിക്കുന്ന ആ അക്ഷരബ്രഹ്മമായിരിക്കുന്ന പുരുഷോത്തമനാണ് എന്ന ബോധം വരുന്നത് വരെ നമ്മുടെ ബുദ്ധി അകൃത ബുദ്ധിയാണ്. അപ്പൊ അതുകൊണ്ട് ജഡത്തെയും ചൈതന്യത്തെയും വേർതിരിച്ച് അറിയായികയാണ് കേവലമായ ആ അകൃത ബുദ്ധി എന്ന് പറയുന്നത്. എന്താ? നമ്മുടെ ശരീരത്തെയും ശരീരത്തിലിരിക്കുന്ന ജീവനെയും ഒക്കെ നയിക്കുന്ന സെൻട്രൽ പവർ ആയിരിക്കുന്ന ആ പരബ്രഹ്മത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ അറിയാതിരിക്കുന്നതാണ്, ആ ചൈതന്യത്തെ മനസ്സിലാക്കാതിരിക്കുന്നതാണ് അകൃത ബുദ്ധി. അതുകൊണ്ട് കേവലം സാക്ഷിയായ ആത്മാവിനെ കർത്താവ് എന്ന് കരുതുന്നത് കർമ്മം ആത്മാവിൻ്റെതല്ല, ജഡമായ പ്രകൃതിയുടേതാണ്. ഈ കർമ്മങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആത്മാവല്ല, പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്വഭാവം. പ്രകൃതി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരീരം കിട്ടിക്കഴിയുമ്പം പ്രകൃതിയാ തന്നെ ഒരു സ്വഭാവം ക്രിയേറ്റ് ആകും. അതാണ് കൾച്ചർ എന്ന് പറയാം. അപ്പൊ ആത്മാവ് 50% ഒരു കേവല സാക്ഷി ചൈതന്യമായ രീതിയിൽ ഭഗവാന്റെ തന്നെ അംശമാകുന്ന ആത്മാവ് ശരീരമാകുന്ന വസ്തുവിലേക്ക് പകർന്നു നൽകിയാൽ ആ ജീവാത്മഭാവം ചൈതന്യത്തിന്റെ പ്രഭാവത്താൽ തന്നെ അതിലൂടെ ആ ശരീരത്തിലൂടെ പ്രകടമാകുന്ന സ്വഭാവത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതിന് അടിസ്ഥാനം നേച്ചർ ആണെങ്കിലും ഇവിടെ പ്രകൃതിയാകുന്ന കൾച്ചറിലാണ് നമ്മൾ നിൽക്കുക. അതാണ് അതിൽ മാത്രം ജഡവസ്തുവായിട്ട് കാണുന്നതൊക്കെ സത്യമാണെന്ന് കാണുന്നതാണ് അകൃത ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തന്നെ ശരീരം തന്നെയാണ് സത്യം, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് കരുതുന്നത് അകൃത ബുദ്ധിയാണ്. അതുകൊണ്ട് യസ്യനാഹം കൃതോഭാവ ബുദ്ധി തസ്യന ലഭ്യതേ ഹത്വാഭിസ ഇമാം ലോകാൻ ന ഹന്തീന നിബധ്യതേ. നമുക്ക് ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ കഴിയുന്നതായ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവചൈതന്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മലോകത്തിനും മുകളിൽ ഊർധ്വമൂലത്തിൽ വർത്തിക്കുന്ന പരബ്രഹ്മമാണ്. അത് ഒരു ശക്തി മാത്രമാണ്, ഒരു എനർജി മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുക. അതൊരു പ്രത്യേക സ്വരൂപമില്ല, അത് ആത്മസ്വരൂപമായിട്ട് വർത്തിക്കുന്നു. അപ്പൊ അതിനെ യാഥാർത്ഥ്യമായിട്ട് അതിന്റെ അംശം തന്നെയാണ് നമ്മുടെ ജീവനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ. അതുകൊണ്ട് യാതൊരുവിന് താൻ കർത്താവാകുന്നു എന്ന ഭാവം അഥവാ കർത്തൃത്വ അഭിമാനം, ഞാൻ എൻ്റെ എന്ന ബോധം ഇല്ലാതിരിക്കുന്നുവോ, യാതൊരുവന്റെ ബുദ്ധി വിഷയങ്ങളിൽ ആസക്തമാകുന്നില്ലയോ അവൻ ഈ ജനങ്ങളെ കൊന്നാലും കൊല്ലുന്നില്ല, ആ കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നുമില്ല. കർത്തൃത്വ അഭിമാനമില്ലാതെയും ആസക്തി കൂടാതെയും അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മം ബന്ധകാരണമാകുന്നില്ലെന്ന് സാരം. അതായത് അതുകൊണ്ടാണ് ആ സാക്ഷി ചൈതന്യമായിട്ടിരിക്കുന്ന ആത്മാവ് കേവലം സാക്ഷിയായിട്ടാണ് വർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ ഞാനെന്നും എൻ്റെന്നുമുള്ള ദേഹബോധത്തെ വിട്ടിട്ട് ഞാൻ എൻ്റെ കേമത്വം എന്ന ഭാവം വിട്ടിട്ട് നിമിത്തമാത്രം ഖലു ധർമ്മസാധനം എന്ന് ഈ 5 കാരണശക്തികളും ഈശ്വരനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. എൻ്റെ കേമത്വമല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല. അത് വച്ചുകൊണ്ട് ഈ ശരീരമാധ്യം ഖലു ധർമ്മസാധനം, ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ധർമ്മത്തിന് ക്ഷതം വരാതെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതനുഷ്ഠിക്കുന്നവർക്ക് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ഒരിക്കലും കർമ്മ ബന്ധനത്തെ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഇനി ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ധർമ്മത്തെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊല്ലേണ്ടി വന്നാൽ പോലും അതൊക്കെ ബന്ധകാരണമാകില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞു. ഇവിടെയൊക്കെ സംഭവിക്കപ്പെടുന്ന കൊലയൊക്കെ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒക്കെ സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരില്ല, അഭിമാനത്തിന്റെ പേരില്ല, ദുരഭിമാന കൊലകളൊക്കെ നടത്തുക. അപ്പം
യഥാർത്ഥത്തിൽ ആത്മചൈതന്യത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബ്രഹ്മബോധത്തോടു കൂടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. അത് ചെയ്യാന്ന് വെച്ചാൽ പാപപുണ്യങ്ങൾ ബാധിക്കില്ല. അത് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്നത് തന്നെ ഈ ഈശ്വരപ്രാപ്തിയാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. മനുഷ്യജന്മത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അനേക ജന്മങ്ങളുടെ പരിണാമങ്ങൾക്ക് വിധേയമായി നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മത്തിൽ ഈ ഗതിവിഗതികളെ, നമ്മുടെ തന്നെ ചിന്താഗതികളെ, ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ തന്നെ അനുഗ്രഹം തന്നിക്കൊണ്ട് എന്തെങ്കിലും തന്നാൽ പോലും അതിലും ഗുണവും ദോഷമുണ്ട്. ആ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ കണ്ടെത്തിക്കൊണ്ട് ഗുണം എന്താണ്, ദൈവിക സമ്പത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചാൽ അവിടെ കർമ്മബന്ധനം ഉണ്ടാകില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കും. അപ്പൊ ആ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന, നിസ്സംഗ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നറിയാം. അത് ജനാധിപത്യത്തിൽ പോലും ബാധകമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ കേരളത്തിലെ സ്ഥിതി എന്നല്ല, എവിടെയാണെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ട് പക്ഷമുണ്ടെങ്കിൽ ഈ രണ്ട് പക്ഷക്കാരുടെ വോട്ട് കൊണ്ടല്ല ഒരു സർക്കാരും ഉണ്ടാക്കപ്പെടുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കണം. ശരിക്കും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരുടെ വോട്ട് കൊണ്ടാണ് സർക്കാർ രൂപീകരിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെയും കേമത്വം കൊണ്ടല്ല അവർ സർക്കാർ ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കണം. അവിടെ നിഷ്പക്ഷമായ ചിന്താഗതിയാണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ തുടർച്ചയായിട്ട് അഴിമതികൾ കണ്ട് ഒരു സർക്കാരിനെ രൂപപ്പെടുത്തി അവരെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടാലും അവർ തോന്നിവാസം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവർ തിരിച്ചുകുത്തും, യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത്, നമ്മൾ ഭക്തന്റെ ഭാവത്തിൽ, ഭക്തിയും ഈശ്വരവാദിയും നിരീശ്വരവാദിയും രണ്ട് പക്ഷമുണ്ട് ഇവിടെയും. ഭക്തി മാർഗത്തിൽ ചിന്തിച്ചാൽ പോലും ശരിക്ക് ഇതിനിടയ്ക്ക് നിൽക്കുന്ന നിഷ്പക്ഷവാദികളാണ് നിസ്സംഗഭാവത്തിൽ വർത്തിക്കുക എന്ന് പറയുന്നത്. അത് വേണം. ഒന്നുകിൽ ഈശ്വരഭക്തനാണെങ്കിൽ അടിയുറച്ച ഈശ്വരഭക്തനായിരിക്കണം, യാതൊരു സംശയങ്ങളും ഇല്ലാതെ ആ ഈശ്വര പരബ്രഹ്മമൂർത്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുർബുദ്ധി അല്ലാതെ, അകൃതബുദ്ധി കാണിക്കാതെ, യഥാർത്ഥത്തിൽ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും കാണിക്കാതെ യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവം പ്രകടമാക്കണമെങ്കിൽ അവർക്ക് നിഷ്പക്ഷത കൈവരുത്തണം. അതായത് നിസ്സംഗ ബുദ്ധി ഉണ്ടാക്കണം. പാപപുണ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, അതൊക്കെ ബന്ധകാരണങ്ങളായി മാറും. സാക്ഷി ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കേവലം ധർമ്മത്തെയാണ് നടപ്പാക്കേണ്ടത് എന്ന ഭാവത്തിൽ യഥാർത്ഥ ഭക്തി കൊണ്ട്, ഈശ്വര ഭക്തി കൊണ്ട് നമുക്ക് സാധിക്കണം. ഇനി ഇതൊന്നും വിശ്വാസമില്ലാത്തവർ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടുള്ളോ ഈ ഈശ്വര കാര്യങ്ങളിൽ ഒന്നും ഇടപെടരുത്. അത് ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശരിക്കും നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അവർക്ക് എന്താണോ വിശ്വാസം, സ്റ്റേബിലിറ്റി വേണം. മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. അവിടെ നിഷ്പക്ഷം ഇല്ലെങ്കിൽ അവര് ഈശ്വര ഭക്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രകടന ഭക്തി നടത്തുന്നവരുണ്ട് ഭക്തരിൽ തന്നെ. ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്നവരുമുണ്ട്. യഥാർത്ഥ ഭക്തിയെ അറിയാവുന്നതും ഈശ്വര അല്ലെങ്കിൽ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും എന്ന യാഥാർത്ഥ്യ ബോധം ഇല്ലാതെ, ശാസ്ത്രത്തെ യഥാവിധി മാനിക്കാതെ, അത് വിശ്വസിക്കാതെ, അതനുസരിച്ച് സാംശീകരണം നടത്താതെ, അന്ധക്കരണ ശുദ്ധി ഉണ്ടാകാതെ, നിരന്തരം ശരീരം ഉപയോഗിച്ചുകൊണ്ടും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും അവരവരുടെ ഈ പറയുന്ന പഞ്ചശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈശ്വരഭക്തരാണെന്ന് പറഞ്ഞു നടക്കുന്നവർ, അവരെ അവിടെ ഇവിടെയും പെടാത്തവരുമുണ്ട്. നിരീശ്വരവാദികളാണെങ്കിൽ നിരീശ്വരവാദിയായിട്ട് തന്നെ ഇരിക്കണം. ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്ന ഈ ഇടയ്ക്ക് പെടുന്നവരാ. അതേപോലെ തന്നെ ഒരു സർക്കാരിനെ ഉണ്ടാക്കുന്നതും ഇടയ്ക്ക് പെടുന്നവരാ. നിഷ്പക്ഷം ആയിട്ട് നിൽക്കുന്ന, ആരാ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഇടയ്ക്ക് നിൽക്കുന്നവരാ. അവരെ കുഴപ്പമുണ്ടാക്കണേ. അവരും ആര് വോട്ട് ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും മജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല. കാരണം ഒരു ഉറച്ച രാഷ്ട്രീയക്കാരനും ഒരു ഉറച്ച പാർട്ടിക്കാരന്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച് ഭരണത്തിൽ കയറാൻ പറ്റില്ല, യാതൊരു സംശയമില്ല. കാര്യത്തിൽ നിഷ്പക്ഷമായിട്ട് മധ്യത്തിൽ നിൽക്കുന്നവരാണ് ശരിക്കും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കും. ഇതേപോലെ തന്നെയാണ് യഥാർത്ഥ ഭക്തര്, ഭക്തി ഇല്ലാത്തവർ. അവർ യുക്തിവാദികളോ അസുരീഭാവം ഉള്ളവരായിക്കോട്ടെ. ഇത് രണ്ടും ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. ഈ ഭക്തരെയും ഭക്തി ഇല്ലാത്തവരെയും വഴിതെറ്റിക്കുന്നത് ഈ ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മഹാഭാഗുവായ അർജുന, ഇവിടെ ഉറപ്പിച്ച് ഭഗവാൻ പറയുന്നു, യഥാർത്ഥത്തിൽ നമുക്ക് കർമ്മബന്ധനം ഉണ്ടാകാതെ, പുണ്യപാപങ്ങളെ ഉണ്ടാക്കാതെ എങ്ങനെ കർമ്മം ചെയ്യണം, ഫലയിച്ചയില്ലാതെ കർമ്മം ചെയ്യുക, ആ പ്രകൃതിയാ കിട്ടുന്ന സിദ്ധ്യസിദ്ധ്യോല സമോഭൂത്വ, എന്ത് കിട്ടിയാലും അതിനെയൊക്കെ നിഷ്പക്ഷമായിട്ട് ഉപയോഗിക്കുകയും വേണം. പഞ്ചമഹായജ്ഞങ്ങളിലൂടെ തൻ്റെതായിട്ടൊന്നും കരുതി വെക്കാതെ യഥാർത്ഥ ഭക്തനായിട്ട് നിൽക്കുന്നവർക്ക് പാപപുണ്യങ്ങൾ ഉണ്ടായാലും
അതൊക്കെ കഴുകിക്കളയപ്പെടും. അതായത് ഈശ്വരനാമത്തിൽ, ഈശ്വരന്റെ പേരിൽ, ഈശ്വരന്റെ നിമിത്തമായിട്ട് ഈശ്വരൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതങ്ങോട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ പാപവും പുണ്യവും ഉണ്ടായാലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇത് രണ്ടും ഉണ്ടായാൽ നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരുന്ന, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, 9-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശാലം. പാപമുണ്ടായാലും പുണ്യമുണ്ടായാലും തിരിച്ച് നമ്മൾ ഈ ഭൂലോകത്തിലേക്ക് തന്നെ വീണ്ടും ജനിക്കേണ്ടി വരും. എന്തായാലും ഉറപ്പിച്ചുകൊള്ളൂ, നമ്മളിപ്പം വീണ്ടും ജനിക്കാൻ തന്നെ കാരണം പൂർവജന്മാർജിതമായ കർമ്മബന്ധനങ്ങളെ കൊണ്ട്. അത് നല്ലത് ചീത്തയായിക്കോട്ടെ, ആധ്യാത്മികമായ ഭക്തിമാർഗത്തിൽ തന്നെ സഞ്ചരിച്ചിട്ട് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവരും വീണ്ടും ജനിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായ ബാക്കി വച്ചാൽ മതി, വീണ്ടും ജനിക്കേണ്ടി വരും. ഇപ്പം ദേവകി വസുദേവന്മാരുടെയൊക്കെ കാര്യം ആലോചിച്ചാൽ മതി. ഭഗവാൻ തന്നെ സ്വന്തം പുത്രനായിട്ട് ജനിക്കണമെന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ആ 3 പ്രാവശ്യവും അത് തന്നെ ബന്ധനമായിക്കൊണ്ട് വീണ്ടും വീണ്ടും 3 പ്രാവശ്യം ജനിക്കേണ്ടി വന്നു. അപ്പൊ ഭക്തിമാർഗത്തിൽ പോലും നമ്മൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോയാൽ അത് കർമ്മബന്ധനമാകും. എന്തെങ്കിലും ആഗ്രഹം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, ആഗ്രഹം മനസ്സിൽ പേറിക്കൊണ്ട് നിരന്തര ചിന്തയോടുകൂടി ശരീരം ഉപേക്ഷിച്ചാൽ അതേ കാരണം കൊണ്ട് വീണ്ടും വരേണ്ടി വരും. അപ്പൊ അതില്ലാതിരിക്കണം എന്നുണ്ടേ വേണം നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും നിഷ്പക്ഷമായിരിക്കണം. അതായത് പുണ്യം ഉണ്ടാകാൻ പാടില്ല, പാപവും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. യാതൊരുവൻ താൻ കർത്താവാണെന്ന ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തെ വിട്ടുകൊണ്ട് യാതൊരുവന്റെ ബുദ്ധി വിഷയങ്ങളിൽ ആസക്തമാകുന്നില്ലയോ. വിഷയങ്ങളൊന്നും ഉപേക്ഷിക്കാനോ ഇല്ലേ അത് ചെയ്യാതിരിക്കാനോ ഭൗതികതയെ ഉപേക്ഷിക്കാനോ അല്ല പറയുന്നത്. ഇതൊക്കെ ചെയ്യണം, കർത്തവ്യ കർമ്മങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, എല്ലാത്തിലും ഇടപെടണം, നമ്മുടെ സ്റ്റേബിലിറ്റിയോടുകൂടി പ്രവർത്തിക്കണം. നിസ്സംഗഭാവത്തിൽ യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാ മധനചയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചതേ. ഈ ഒരു ഭാവത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ പറയുന്ന കർമ്മബന്ധനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞത്. എന്ന് വെച്ചിട്ട് ഇവിടെ ഭഗവാൻ കൊല്ലുന്നതോ കൊല്ലിക്കുന്നതോ ഒന്നും ബന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ നിസ്സംഗരായി എന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാരെ, അസുരി ഭാവത്തിലുള്ളവരെ കൊല്ലാനൊന്നും പുറപ്പെടണ്ട. ആയുധം എടുക്കാൻ പാടില്ല. ഭഗവാന്റെ നിസ്സംഗഭാവം കണ്ടുകൊള്ളണം. ആ ധർമ്മ യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗവാൻ കേവലം സാക്ഷിയായിക്കൊണ്ട്, എന്നാൽ ഇവരെയൊക്കെ 2 കൂട്ടരെയും നയിക്കാനും ആരാണ് അസുരി ഭാവം ഇവരെയൊക്കെ കൊല്ലാനുള്ള നിമിത്തം ഭഗവാനിലേക്ക് മാർഗദർശനമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ ആയുധം എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ധർമ്മമാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തടസ്സങ്ങൾ ആദ്യമൊക്കെ ഉണ്ടായാൽ തന്നെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവരെ ഭഗവാൻ രക്ഷിച്ചുകൊള്ളും. അപ്പൊ എന്നും പറഞ്ഞിട്ട് നമ്മൾ കാണുന്നവരെയൊക്കെ വെട്ടിക്കൊല്ലാനോ ഇതിനൊന്നും അല്ല അവിടെ പുറപ്പെടുന്നത്. ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു കൊല്ലലല്ല നടക്കുന്ന, വക്രബുദ്ധി കൊണ്ടാ കൊല്ലലും. ഇല്ലെങ്കിൽ ഒരു യുദ്ധം തന്നെ നടന്നാൽ പോലും നേരിട്ടുള്ള യുദ്ധം നടക്കുന്നത്. അപ്പം ഇവിടെ കൊല്ലാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങനെ ഒരു ചിന്താഗതി ഇങ്ങോട്ട് വരാവോ. അപ്പം ധർമ്മത്തിൽ നമ്മൾ ഭക്തിമാർഗത്തിലാണെങ്കിൽ ആരെ വേണമെങ്കിൽ കൊന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ആരെ വേണമെങ്കിലും വെട്ടിക്കൊല്ലാനെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടിട്ട് അത് ധർമ്മമാർഗമല്ല. അപ്പൊ നമ്മൾ ശരിക്കും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മളെ ആർക്കും ജയിക്കാൻ സാധ്യമല്ല. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതാണ് ധർമ്മയുദ്ധം എന്ന് പറയുന്നത്. അവിടെ ആയുധം എടുക്കേണ്ട ആവശ്യമില്ല. 10 അടി അടുത്തേക്ക് ദുർമേധസ്സുകൾ പോലും നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല. യഥാർത്ഥം ഇപ്പൊ നിങ്ങള് ജാതകപ്രകാരം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ സത്വരജ തമോ ഗുണങ്ങൾക്ക് അടിസ്ഥാനമാണ് പ്രകൃതി അഥവാ നമ്മുടെ സ്വഭാവം. അപ്പൊ പൂർവ്വജന്മാർജിതമായിട്ട് നമ്മൾ സാത്വികമായിട്ടുള്ള ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജാതകം ദേവഗണത്തിലായിരിക്കും. ജാതകം എടുത്ത് നോക്കിക്കോളൂ, ഞാൻ പറയുന്ന കേട്ടിക്കോളൂ. ദേവഗണത്തില് ഇല്ലേ മനുഷ്യഗണത്തില് ഇല്ലെങ്കിൽ അസുരി ഗണത്തിലായിരിക്കും ജാതകം വരിക. യാതൊരു സംശയമില്ല. ആരുടെ ജാതകം എഴുതിയാലും വേണ്ടില്ല, ഒന്നുകിൽ മനുഷ്യഗണം ഇല്ലെങ്കിൽ ദേവഗണം ഇല്ലെങ്കിൽ അസുരഗണം. ഇതെവിടുന്നാ കിട്ടുക? പൂർവജന്മാർജിതമായ നമ്മുടെ പ്രകൃതി അഥവാ സ്വഭാവം അനുസരിച്ചുകൊണ്ട് സാത്വിക സ്വഭാവം വളർത്തിയാൽ അവൻ ദേവഗണത്തിൽപ്പെടും. അത് ബ്രാഹ്മണനായിക്കൊണ്ട് നിർബന്ധമൊന്നുമില്ല. സാത്വിക സ്വഭാവം വളർത്തിക്കൊണ്ട് വരുന്ന മനുഷ്യജന്മം ദേവഗണത്തിലേ പെടൂ. ഇനി രജോ ഗുണമാണ് വളർത്തുന്നതെങ്കിലോ അവൻ മനുഷ്യഗണത്തിൽപ്പെടും. ഇനി തമോ ഗുണമാണ് വളർന്നു നിൽക്കുന്നെങ്കിലോ യാതൊരു സംശയമില്ല, ബ്രാഹ്മണനായാൽ പോലും അവന്റെ ജാതകം എടുത്തു നോക്കിയാൽ അസുരി ഗണമായിരിക്കും. അസുരി സ്വഭാവത്തിലാണ് പൂർവജന്മാർജിതമായ ജീവിതം നയിച്ചതെങ്കിൽ യാതൊരു സംശയവുമില്ല ഒരു ബ്രാഹ്മണന്റെ പോലും ജാതകം, അത് തന്ത്രിയായാലും മേശാന്തി ആയാലും അസുരി ഗണത്തിലായിരിക്കും പെടും. ഇതൊക്കെ സ്പഷ്ടമാണ്, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അതാണ് കർമ്മബന്ധനം എന്ന് പറയുന്നത്.
അപ്പൊ അതിൽ കർമ്മബന്ധനം ബാക്കി വെച്ചുകൊണ്ടാണല്ലോ സത്യഗണത്തിൽ, ഇപ്പോൾ ദേവഗണത്തിൽ ജനിച്ചാലും രജോ ഗുണത്തിൽ ജനിച്ചാലും തമോ ഗുണത്തിൽ ജനിച്ചാലും അവര് കർമ്മബന്ധനം ബാക്കിയുള്ളത് കൊണ്ടാണ് അതാത് സ്വഭാവത്തോടു കൂടി വന്ന് ജനിക്കുന്നത്. അപ്പൊ ശരീരം നഷ്ടപ്പെടുന്നത് കൊല്ലലോ കൊല്ലിക്കലോ സ്വയം നഷ്ടപ്പെടുകയോ ആകാം. ജഡശരീരമായിരിക്കുന്നത് ഏത് തരത്തിൽ നശിച്ചാലും ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ സത്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആരെങ്കിലും കൊന്നാലും ശരീരത്തെയാണ് കൊല്ലുക, ആത്മാവിനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. ആരെങ്കിലും നമ്മളെ കൊന്നാലോ ശരീരത്തെയാണ് കൊല്ലുക, ആത്മാവിനെ കൊല്ലാൻ സാധ്യമല്ല. അപ്പം ഏത് കാരണം കൊണ്ടാണോ അത് കൊല്ലാനും കൊല്ലിക്കാനും ഒക്കെ കാരണം ഉണ്ടാവുമല്ലോ, യാതൊരു സംശയവുമില്ല. അപ്പൊ അത് കർമ്മബന്ധന. ആ കർമ്മബന്ധനം ഇല്ലാതെ ശരീരം നഷ്ടപ്പെട്ടാൽ അവർക്ക് കർമ്മബന്ധനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പം നിസ്സംഗഭാവത്തിൽ നിഷ്പക്ഷമായിട്ട് പാപപുണ്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാതെ നൈഷ്കർമ്മ്യ സിദ്ധി ആണ് യഥാർത്ഥത്തിൽ ഈ കർമ്മബന്ധന മുക്തിയാണ് മോക്ഷം എന്ന് പറയുന്നത്. നല്ലതോ ചീത്തയായിട്ട് ജീവാത്മാവ് പേറിക്കൊണ്ട് ശരീരം വരുത്തി വെക്കുന്നത് അത് സത്വമായാലും രാജസമായാലും താമസമായാലും കർമ്മബന്ധനമായി ഭവിക്കും. അപ്പം സാത്വികമായിട്ടോ രാജസമായിട്ടോ താമസമായിട്ടുള്ള കർമ്മബന്ധനങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ മാർഗം സ്വീകരിക്കണം. എന്ത്? കർത്തൃത്വം, ഞാനെന്നോ എന്റേതെന്നോ കേമത്തം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. ഏത് തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രവർത്തിച്ചാലും അനുഭവിച്ചാലും അതിലൊക്കെ നിസ്സംഗത പാലിക്കുക. അവിടെ ഏത് തരത്തിലുള്ള പുണ്യപാപങ്ങൾ ചെയ്താലും അതൊക്കെ അന്ധകരണ ശുദ്ധിക്ക് ഉതകുന്നതായിട്ട് മാറും. അപ്പോൾ കർത്തൃത്വ അഭിമാനമില്ലാതെയും ആസക്തി കൂടാതെയും അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മം ബന്ധകാരണമാകുന്നില്ലെന്ന് ഇവിടെ ഉറപ്പിച്ച് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. അറിവ്, അറിയപ്പെടേണ്ട വസ്തു, അറിയുന്നവൻ, ഇവ മൂന്നുമാണ് കർമ്മത്തിന്റെ പ്രേരകം. കാരണം ഇന്ദ്രിയ മനോബുദ്ധികൾ, കരണം എന്ന് പറയുന്ന ഇന്ദ്രിയ മനോബുദ്ധികൾ, കർമ്മം കർത്താവ് ചെയ്യുന്നയാൾ, കർമ്മം കർത്താവ്, ഈ നിർവാഹകങ്ങളാണത്. അതായത് ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, ഇവയ്ക്ക് വേദാന്തത്തിൽ ത്രിപുടി എന്ന സംജ്ഞയുണ്ട്. കരണം, കർമ്മം, കർത്താവ്, അറിവ്, അറിയപ്പെടേണ്ട വസ്തു, അറിയുന്നവൻ, ഇത് മൂന്നുമാണ്. ഇത് മൂന്നിനെ ആശ്രയിച്ചു കൊണ്ടാണ് സകല കർമ്മവും ഇരിക്കുന്നത്. അത് ന്യായമോ അന്യായമോ ആയിക്കോട്ടെ. പഞ്ചശക്തികളെ പറ്റി പറഞ്ഞു. പഞ്ചഭൂതാത്മകമായ ശരീരം, അധിഷ്ഠാനമായ ശരീരം, ആ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ, ഇന്ദ്രിയ മനോബുദ്ധികൾ, അതൊക്കെ പ്രവർത്തിതമായിരിക്കുന്ന ശരീര വ്യാപാരം, അതിനുപരിയായിട്ട് ദൈവാധീനം. ഈ പഞ്ചശക്തികളാണ് കർമ്മത്തിന്റെ കാരണങ്ങൾ. ഇനി കരണം എന്താണ്? ഏത് കർമ്മവും ചെയ്യണമെങ്കിൽ ആ കർമ്മത്തെ പറ്റിയുള്ള അറിവ്, അതിനുപയോഗിക്കേണ്ട അറിയപ്പെടേണ്ട വസ്തു എന്തൊക്കെയാണ്, നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ, അതാണ് വസ്തു എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അറിയുന്ന വ്യക്തിയും വേണം. ഇതാണ് കരണങ്ങൾ എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തില് കരണം കാരണം കർത്ത എന്ന് ഭഗവാന്റെ നാമം പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കരണങ്ങളും ഭഗവാന്റെ വിഭൂതിയാണ്. അതുപോലെ കാരണങ്ങളായിരിക്കുന്ന 5 പഞ്ചകാരണങ്ങളും പഞ്ചശക്തികളും ഭഗവാന്റെ കാരണങ്ങളാണ്. അപ്പൊ ഈ 8 ശക്തികൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ന്യായമോ അന്യായമോ ആയിട്ട് നമുക്ക് ഏതൊരു തരത്തിലുള്ള കർമ്മവും ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കും അറിവ് വേണം, അതേപ്പറ്റി അറിയണം. അതിന് ഏതൊക്കെ മാർഗം സ്വീകരിക്കണം, എങ്ങനെ ചെയ്യണം, അതിന് ചില വസ്തുക്കളുടെ ആവശ്യമുണ്ട്. പ്രപഞ്ച വസ്തുക്കൾ, പഞ്ചഭൂതാത്മകമായ വസ്തുക്കള്. പിന്നെ അതേപ്പറ്റി നല്ല ബോധം, വസ്തുവിനെ പറ്റി ബോധം ഉണ്ടായിരിക്കണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. ഈ 3 തരത്തിലുള്ള കരണങ്ങളെ, കർമ്മം കർത്താവ്, കർമ്മം ചെയ്യുന്ന ആള്, കർമ്മം ആ പ്രവൃത്തി, അതിൻ്റെ നിർവാഹക ഘടകങ്ങൾ, അതിനുപയോഗിക്കേണ്ട വസ്തുക്കൾ, ഈ 3മാണ് കരണം എന്ന് പറയുന്നത്. അപ്പൊ കരണം, കർമ്മം, കർത്താവ് എന്നീ 3നെയും ആശ്രയിച്ചാണ് ന്യായമോ അന്യായമോ ആയ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത് എന്നർത്ഥം.
അതിന് പഞ്ചവിധ ശക്തികൾ: ശരീരം, ശരീരത്തിലുള്ള ജീവൻ, അതുപോലെ ഇന്ദ്രിയ മനോബുദ്ധികൾ, അതോടൊപ്പം തന്നെ ദൈവാധീനം, അതിൻ്റെ യഥാവിധി പ്രവർത്തിതമായ ഘടകങ്ങൾ. എല്ലാ ഇന്ദ്രിയ മനോബുദ്ധികളും യഥാവിധി പ്രവർത്തിക്കുന്ന ചലനാത്മകമാകണം. അപ്പോഴാണ് ആ ഒരു കർമ്മ സമ്പുഷ്ടി വരിക. അതിന് എല്ലാ പഞ്ചശക്തികളെയും പ്രവർത്തിക്കുന്നതിന് അതേപ്പറ്റി അറിവ് വേണം. അറിയപ്പെടേണ്ട വസ്തുക്കൾ, അതായത് എന്തൊക്കെയാണെന്ന് വിഷയങ്ങളെപ്പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. പിന്നെ അതാണ് ഭൗതിക ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ആ വസ്തു ബോധം ഉണ്ടായിരിക്കണം എന്നർത്ഥം. പിന്നെ ചെയ്യുന്ന ആളും ഞാൻ എന്ന ബോധത്തോടുകൂടി എൻ്റെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് വേണം ഏതൊരു കർമ്മവും ചെയ്യാൻ. അപ്പൊ ഈ 3 കരണങ്ങൾ, അത് തന്നെയാണ് ഭഗവാന്റെ കരണം, കാരണം, കർത്ത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 3 ശക്തികളും 5 പഞ്ചശക്തികളും ഇത് ചേർന്നിട്ടാണ് ന്യായമോ അന്യായമോ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും കർമ്മം ചെയ്യുന്നത് എന്നർത്ഥം. അതായത് കർമ്മത്തിന്റെ പ്രേരണയാണ് അറിവ്, അറിയപ്പെടേണ്ട വസ്തു, അറിയുന്നവൻ. അതുകൊണ്ട് ജ്ഞാനം കർമ്മജ കർത്താച ത്രിധൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസാഖ്യേന യഥാവസ്രുതാന്യപി. ഇനി സത്വാദി ഗുണഭേദം അനുസരിച്ചുകൊണ്ട് ജ്ഞാനം, കർമ്മം, കർത്താവ് ഇവയെ 3 വിധമായി തന്നെ തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണസ്വരൂപം പ്രതിപാദിക്കുന്ന സാഖ്യാശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. അവയെയും വഴിവേല ഞാൻ പറയാം. അതായത് ഈ 3 കാര്യങ്ങൾ, അതായത് അറിവും, സാത്വിക അറിവുണ്ട്, രാജസ അറിവുണ്ട്, താമസ അറിവുണ്ട്. ഇനി അറിയപ്പെടേണ്ട വസ്തു സ്വത്വാദി ഗുണഭേദം അനുസരിച്ചുകൊണ്ട് ജ്ഞാനം, കർമ്മം, കർമ്മം സാത്വിക കർമ്മമുണ്ട്, രാജസ കർമ്മമുണ്ട്, താമസ കർമ്മമുണ്ട്. കർത്താവ് സാത്വികനുണ്ട്, രാജസനുണ്ട്, താമസനുണ്ട്. ഈ 3നെയും വ്യത്യസ്തമായ സ്വഭാവഭേദം അനുസരിച്ചുകൊണ്ട്, സത്വരജ തമോ ഗുണങ്ങളുടെ ഗുണത്രയങ്ങളെ അനുസരിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയാൻ തുടങ്ങുന്നതാണ് ഇനി പറയുന്ന ഭാഗം. സർവഭൂതേഷു യേനൈകം ഭാവ അവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സ്വാത്വികം. അപ്പൊ ആദ്യം തന്നെ സാത്വിക ജ്ഞാനം എന്താണ്? അതായത് ജ്ഞാനത്തിന് 3 വിഭാഗങ്ങളുണ്ട്. സാത്വിക ജ്ഞാനമുണ്ട്. സാത്വിക സ്വഭാവമുള്ളവർക്ക് സാത്വിക ജ്ഞാനമുണ്ടാകും. രജോ ഗുണ സ്വഭാവം ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് രജോ ഗുണാത്മകമായ ജ്ഞാനമായിരിക്കും കിട്ടുക. ഇനി തമോ ഗുണാത്മകമായ സ്വഭാവമുള്ളവർക്ക് തമോ ഗുണാത്മകമായ ജ്ഞാനമായിരിക്കും ഉള്ളത്. അപ്പം ആ ജ്ഞാനം അനുസരിച്ചുകൊണ്ട് കർമ്മത്തിനും സാത്വിക കർമ്മഭാവം വരും, രാജസ കർമ്മഭാവം വരും. താമോ ഗുണാത്മകമായ കർമ്മം ചെയ്യുന്ന താമസ കർമ്മം എന്ന് പറയും. അത് ചെയ്യുന്ന വ്യക്തിയെ സാത്വികനെന്നും രാജസനെന്നും താമസനെന്നും പറയും. അതേപ്പറ്റിയാണ് ഭഗവാൻ ഇനി പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു ഗുണത്രയത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഭാവത്തിൽ സാത്വികതയിലേക്ക് എത്തിക്കണം. സാത്വികതയിലാണ് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ പോലും യഥാവിധി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സാത്വിക സ്വഭാവം ക്രിയേറ്റ് ആകുമ്പോഴേ നമുക്ക് ഇതൊക്കെ ഗ്രഹിക്കാൻ തന്നെ സാധിക്കൂ. അപ്പം നമ്മുടെ തന്നെ ജാതകം നോക്കിയാൽ തന്നെ തിരിച്ചറിയാം ദേവഗണാണോ രജോ ഗുണാണോ തമോ ഗുണാണോ നമ്മളിലുള്ളതെന്നൊക്കെ. അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം, യാതൊരു സംശയമില്ല. ഓരോ ജന്മത്തിലും ഇത് മാറാം. ഇപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ സാത്വിക സ്വഭാവം ക്രിയേറ്റ് ചെയ്ത് മറ്റ് 2 ഗുണങ്ങളുടെ സ്വഭാവത്തോടുകയാണ് ഇല്ലേ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ആണെന്നുണ്ടെങ്കിൽ മനുഷ്യഗണമോ ഇല്ലെങ്കിൽ അസുരഗണമോ ആയിരിക്കും ജാതകം. അപ്പൊ അത് ഉയർത്തിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ നമ്മുടെ കർമ്മ ശുദ്ധീകരണം നടത്തണം. ഇപ്പൊ എന്റെ ജാതക പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ മനുഷ്യഗണത്തിലേ ഉള്ളൂ, സാത്വിക ഗണത്തിലേക്ക് ഇല്ലേ ദേവഗണത്തിലേക്ക് പെട്ടിട്ടില്ല. അപ്പൊ മനുഷ്യഗണത്തിൽ നിന്നുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്തവ്യ കർമ്മങ്ങളെ കർമ്മബന്ധനങ്ങൾ ഇല്ലാതെ പൂർത്തീകരിച്ച് സാത്വിക ജ്ഞാനം നേടി ഈ ജന്മത്തിൽ മുഴുവൻ സാത്വികമായിട്ടുള്ള സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ജന്മം സഫലമാക്കിയാൽ അടുത്ത ജന്മത്തിൽ ദേവഗണത്തിൽ പെടും. സാത്വിക സ്വഭാവത്തോട് പൂർണ്ണമായ സാത്വിക സ്വഭാവത്തോടു കൂടി ജനിക്കാൻ സാധിക്കും. അപ്പൊ പൂർണ്ണമായിട്ട് സാത്വിക സ്വഭാവത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അല്ല. ചില കാര്യങ്ങളൊക്കെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ചിലപ്പോൾ കടന്നു കയറും നമ്മുടെ സ്വഭാവത്തില്. ആ മനുഷ്യന്റെ സ്വഭാവമാണ്, അത് കടന്നു കയറ്റം ഉണ്ടാവും. മനുഷ്യഗണത്തിലെ പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ രജോ ഗുണത്തിനായിരിക്കും ആധിപത്യം, യാതൊരു സംശയവും. അപ്പൊ സാത്വികമായ സ്വഭാവം ക്രിയേറ്റ് ചെയ്തതിന്റെ 42 വയസ്സ് വരെ ഇതൊന്നും രജോ ഗുണത്തിൽ തന്നെ വർദ്ധിച്ചിരുന്നു. 42 വയസ്സിന് ശേഷമാണ് ഈ സാത്വികതയിലേക്ക് കുറച്ചൊരു വ്യതിചലനം ഉണ്ടായത്.
എന്നാലും ഇവിടെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് രജോ ഗുണമാണ്. ഇപ്പൊ രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ടാണല്ലോ ഞാൻ ഈ ക്ലാസ്സുകൾ പോലും നടത്തുന്നത്. കർമ്മകുശലത, ഏത് തരത്തിലുള്ള ആധ്യാത്മികയിൽ പോലും ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കർമ്മകുശലത ലഭിക്കണമെങ്കിൽ രജോ ഗുണമാണ് ആധിപത്യം. ഇല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. സാത്വിക ഗുണത്തില് മാത്രം ഉറച്ചു നിൽക്കുന്നയാള് ദേവഗുണത്തെ പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അവർ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം ഇവിടെയും ഗതിവിഗതികൾ സംഭവിക്കുന്നു എന്നർത്ഥം. അപ്പം ഇവിടെ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത്, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് സർവഭൂതേഷു ഏനൈകം ഭാവ അവ്യയമീക്ഷതേ അഭിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം. ഇവിടെ സാത്വിക ജ്ഞാനത്തെ പറ്റി മാത്രമാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. പലതായി കാണപ്പെട്ട എല്ലാ ഭൂതങ്ങളിലും അഥവാ സകല ചരാചരങ്ങളിലും അഖണ്ഡവും നാശരഹിതവുമായ ഒരേ തത്വത്തെ, ആ ജ്ഞാനെന്ന ബോധം ആണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നൊരു ജ്ഞാനം ആർക്കാണോ ഉണ്ടാകുന്നത്, ആ ജ്ഞാനം സാത്വികം എന്നറിഞ്ഞാലും, അതായത് അദ്വൈത ബുദ്ധിയാണ് സാത്വിക ജ്ഞാനം. അതായത് ഒന്നിൽ നിന്നാണ് പല നാമരൂപങ്ങളെ അറിയപ്പെടുന്നത് എന്നും ഈ പലതായി കാണുന്നതാണ് ഒന്നിന്റെ സ്ഥാനമെന്നും ആ ബ്രഹ്മത്തെ പറ്റി പൂർണ്ണമായിട്ട് ബോധമുള്ള, ഇല്ലേ, ബ്രഹ്മത്തെ അറിയുന്ന ആള് ബ്രഹ്മജ്ഞാനിയാണ് യഥാർത്ഥത്തിൽ സാത്വിക ജ്ഞാനം. ബ്രഹ്മജ്ഞാനമാണ് സാത്വിക ജ്ഞാനം. ആത്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം, ബ്രഹ്മജ്ഞാനമാണ് സാത്വിക ജ്ഞാനം. അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ, അതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സാത്വികതയെ കൂടി ജയിക്കേണ്ടി വരും. അതായത് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ജയിച്ച് സാത്വിക ഭാവത്തിലെത്തി സാത്വികതയും കൂടെ ജയിക്കുമ്പോഴാണ് ഈ 3 ഗുണങ്ങളുടെ വിഭാഗത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാവുന്നത്. അപ്പൊ ബ്രഹ്മജ്ഞാനമാണ് യഥാർത്ഥത്തിൽ സാത്വിക ജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനം ലഭിച്ചാലാണ് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ. അതുവരെ കർമ്മബന്ധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ സാത്വികതയിലേക്ക് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ജയിച്ച് സാത്വികതയിൽ എത്തിയാലാണ് ഈ വേർതിരിവ് തന്നെ 3 ഗുണങ്ങളെ പറ്റിയും 3 സ്വഭാവത്തെ പറ്റിയും നമ്മൾ തിരിച്ചറിയാം. എന്താണ് ദേവഗണം, എന്താണ് മനുഷ്യഗണം, എന്താണ് അസുരി ഗണം എന്നൊക്കെ തിരിച്ചറിയുകയും അതിനെയൊക്കെ ജയിച്ച് ഈ 3നെയും കൂടെ ജയിക്കുന്ന ഒരു പക്വത വരുമ്പോഴാണ് യഥാർത്ഥ സാത്വിക ജ്ഞാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക. ആദ്യം സാത്വികതയെ, തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ജയിച്ച് സാത്വിക സ്വഭാവത്തിലൂടെ യഥാർത്ഥ ശാസ്ത്രജ്ഞാനം നേടണം. അതിനെയും കൂടെ, സാത്വികതയും കൂടെ ജയിക്കുമ്പോഴാണ് ബ്രഹ്മജ്ഞാനിയായി മാറുന്നത്. അതുകൊണ്ടാണ് 3 ഗുണങ്ങളെയും ജയിക്കണം, ഗുണാതീതനാകണം. അപ്പോഴാണ് യഥാർത്ഥ പരമാത്മജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനും കാരണം സാത്വികമാണ് നമ്മുടെ സ്വഭാവം. അതേപറ്റിയൊക്കെ ഇനി പറയുന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും സാത്വിക ജ്ഞാനം എന്ന് പറയുന്നത് അദ്വൈത ജ്ഞാനമാണ്. അതായത് ഏകത്വത്തിൽ നിന്നും അനേകത്വത്തിലേക്കും അനേകത്വത്തിൽ നിന്ന് ഏകത്വത്തെ, സത്യത്തെ മനസ്സിലാക്കുന്ന അവസ്ഥയ്ക്കാണ് ഇവിടെ സാത്വിക ജ്ഞാനം എന്ന് പറയുന്നത്. ഇനി രജോ ഗുണത്തെയും തമോ ഗുണത്തെയും പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.